എല്ലാ ദിവസവും രാത്രി 10:30 മണിയാവുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് FIR എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതായത് ഏറ്റവും സുപ്രധാനപ്പെട്ട വാർത്തകളുടെ ഒരു അവലോകനം പോലെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു സംഭവം. അപ്പം കുറേയധികം വർഷങ്ങളായിട്ട് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നടക്കുന്ന കാര്യങ്ങളെ അറിയാൻ പറ്റിയിട്ട് അത് കാണുന്നൊരു പതിവുണ്ട്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് 3 വയസ്സുകാരിയായിട്ടുള്ള കല്യാണിയുടെ മിസ്സിങ്ങിൻ്റെ വാർത്ത കാണുന്നതെന്ന് പറയുന്നത്. അതിനകത്ത് ഞാൻ ആദ്യം കാണുന്നത് അമ്മയായ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ ഒക്കത്ത് വെച്ചുകൊണ്ട് അവളെ കൊണ്ടുപോകുന്ന ആ ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ, അതിങ്ങനെ വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നിരന്തരമായിട്ട് ആ വാർത്ത തന്നെയാണ് നല്ല പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ കുഞ്ഞെൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അവന് ഏകദേശം 3.5 വയസ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരമ്മയ്ക്കും നോവുന്നൊരു കാര്യമാണ്. അമ്മ എന്നല്ല, അച്ഛനെന്നല്ല, ഏതൊരു മനുഷ്യജീവിക്കും ഭയങ്കരമായിട്ട് വിങ്ങലുണ്ടായിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടിട്ടപ്പോൾ മുതൽ കുഞ്ഞിനെ കിട്ടണേ കിട്ടണേ കിട്ടണേ. സ്വാഭാവികമായിട്ടും കുറേയധികം വാർത്തകൾ നീണ്ടു പൊയ്ക്കൊണ്ടേയിരുന്നു. ഈ വാർത്ത തന്നെ ഈ കുറച്ച് എനിക്ക് തോന്നുന്നു 1 മാസം മുന്നേ കൊച്ചിയിൽ ഇതുപോലെ എന്തോ ഒരു കുട്ടിയെ, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സൈക്കിളിൽ ചവിട്ടി പോകുന്നത്, പിന്നെ കാണാതാവുന്ന അങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയത്തില്ല. അന്ന് ഞാൻ ഇതുപോലെ ഇരുന്നിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി. ഇപ്പം 1 മണി എന്തോ ആയ സമയത്ത് ആ കുട്ടിയെ പാലത്തിൻ്റെ അടുത്തുനിന്ന് ഒരാൾ കണ്ടു. അങ്ങനെ ഒരു സംഭവം വാർത്ത കേട്ട് അത് ആശ്വാസമായ ഒരു കാര്യമാണ്. ആ ഒരു സംഭവം വെച്ച് മാത്രം മനസ്സിൽ വിചാരിച്ച് കുറച്ചധികം കാര്യങ്ങൾ. കാരണം ഒരു പാലത്തിൻ്റെ അവിടെ ആ ഒരു സൈഡ്, അവിടെ അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു പുഴയുണ്ട്, പാലം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ഷനൊക്കെ വാർത്തയിലൂടെ കേൾക്കുന്ന സമയത്ത് ആദ്യം കൂടാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചത് ആ കുഞ്ഞിനെ, അതായത് അത്രയും സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് നേരത്തെ ഞാൻ പറഞ്ഞ വാർത്തയിലുള്ളത്. അപ്പോൾ ആ കുട്ടിയെ കിട്ടിയതുപോലെ തന്നെ ഈ കുഞ്ഞിനെയും ആ പാലത്തിൻ്റെ സൈഡിൽ നിന്ന് എവിടെയെങ്കിലും പേടിച്ച് ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാതെ, കാരണം 3 വയസ്സാണല്ലോ, എവിടെയെങ്കിലും ഇരിക്കണേ എന്നൊരു പ്രാർത്ഥന, ഒരു 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 വിങ്ങിപ്പൊട്ടലുണ്ടല്ലോ, ഇതോടുകൂടിയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞത്. ഏകദേശം ഞാൻ 12 മണി വരെ ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരുന്നു. യാതൊന്നും കേൾക്കുന്നില്ല. പിന്നെ ഏകദേശം മനസ്സിൽ തന്നെ തോന്നിയൊരു കാര്യമാണ്, 3 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, പേടിച്ച് അരണ്ട് കരയും ഉറപ്പായിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ആരുടെയെങ്കിലും കണ്ണി പെടേണ്ടുള്ളതാണ്. പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജീവനില്ലെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉറപ്പിച്ചുകൊണ്ട് പിന്നെ ഉറങ്ങിപ്പോയൊരു കാര്യമാണ്. രാവിലെ എണീക്കുന്ന സമയത്താണ് കുഞ്ഞ് ഇല്ല എന്നുള്ള കാര്യം അറിയുന്നത്. പിന്നെ ഞാൻ കുറേയധികം കാര്യങ്ങൾ അതിനുശേഷം ഇന്ന് 12 മണി വരെ രാത്രി ഈ ഒരു വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി. അതിനുവേണ്ടി ഒരുപാട് ആൾക്കാരുടെ ഇതുമായി ബന്ധപ്പെട്ട ബൈറ്റ്സുകൾ ഞാൻ കണ്ടു. ആ കുഞ്ഞിൻ്റെ അച്ഛൻ സംസാരിക്കുന്നത്, അച്ചമ്മ സംസാരിക്കുന്നത്, അടുത്ത ബന്ധുക്കൾ സംസാരിക്കുന്നത്, ഇതെല്ലാം നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ചാനൽസ് ചെയ്യുന്നത്, വാർത്തകൾ ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മൊത്തത്തിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, അതായത് ഇതിൽ അമ്മമ്മ എന്ന് പറയുന്ന കഥാപാത്രം, അതായത് സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ അമ്മ അല്ലി എന്ന് പറയുന്ന അവരുടെ ഒരു ബൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ട സമയത്ത് മനസ്സിൽ ദേഷ്യം എന്നല്ല പറയുന്നത്, വെറുപ്പ് തോന്നിപ്പോകുന്നൊരു ഒരു ഒരു മനുഷ്യ സ്ത്രീ അവരുടെ അത് കണ്ടവർക്ക്. അതായത് നമുക്കറിയുന്നൊരു കാര്യമാണ്, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിച്ചില്ലേ പോലും, നമ്മളെ സ്നേഹിക്കും, എന്നാലും സ്നേഹിക്കാത്ത ചില സാഹചര്യങ്ങൾ കാണുമല്ലോ. എന്നാൽ പോലും നമുക്കൊരു കുഞ്ഞാവുന്ന സമയത്ത്, നമ്മുടെ പേരക്കുട്ടി എന്നൊക്കെ അവരുടെ പേരക്കുട്ടിയാവുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് മാറും, ഭയങ്കരമായിട്ട് അവർ സ്നേഹിക്കാൻ തുടങ്ങും. അതങ്ങനെയാണ്. നമ്മൾ ആ കുഞ്ഞുങ്ങളെ ഒന്ന് അടിച്ചാൽ, നുള്ളി നോവിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മളെ കൊല്ലുന്ന തരത്തിലേക്ക് തിരിച്ചു പെരുമാറും. അതാണ് അവരുടെ സ്നേഹം എന്ന് പറയുന്നത്. ഇന്ന് ആ കുഞ്ഞിൻ്റെ ഈ പറയുന്ന എല്ലാ അന്ത്യകർമ്മങ്ങളും ചെയ്ത് തീർന്നിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരു വിങ്ങിപ്പൊട്ടലില്ല, ഒരു കണ്ണുനീർപ്പൊടിയില്ല, ഒരു തരത്തില്ല. സംസാരിക്കുന്നതിനിടയിൽ അതൊക്കെ പോട്ടെ, ചിലർ ചിലപ്പം നമുക്ക് എത്ര വേദന വന്നു കഴിഞ്ഞാലും മനസ്സിൽ ഇരുത്തിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന പെരുമാറുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വിചാരിച്ച സമയത്ത് അവർ പറഞ്ഞൊരു വാക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു. അതായത് ആ മരിച്ച കുട്ടി, ഇങ്ങനെയാണ് അവർ പറഞ്ഞ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. അപ്പം തന്നെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും സന്ധ്യയുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി അവളുടെ അമ്മയാണെന്നുള്ള കാര്യം. കാരണം അവർ പെരുമാറുന്ന ആ ഒരു രീതി, പറഞ്ഞ രീതി വെച്ച് ഒരു മനുഷ്യത്വം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, ഒരു സ്നേഹബന്ധത്തിന് വില കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതിലപ്പുറത്തേക്ക് അവർ പറഞ്ഞ മറ്റൊരു കാര്യം, മകൾ 12ാം ക്ലാസ് വരെ മാത്രം പഠിച്ചു, മൂത്ത മകൾ അതിനേക്കാളും കൂടുതൽ പഠിച്ചു. ഇനി പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത്, ലാസ്റ്റ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ വ്യക്തി ചോദിച്ചൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് കുറച്ച് നേരം ഒരു മൗനമാണ്, ഒന്നും പറയാതെ. അതിനുശേഷം അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പോലീസ് വരാൻ കാത്തിരിക്കുകയാണ്. അതായത് ഇതിൽ അവർക്ക്
ഈ പറയുന്ന ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പങ്ക് പറയാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമാണ് അവർ അവസാനിപ്പിച്ചത്. അവർക്ക് ആ മകളോടെങ്കിലും എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന അമ്മ അത്രയും ഒരു തരത്തിലുള്ള ഈ പറയുന്ന സൗണ്ടിനൊരു ഏറ്റക്കുറച്ചിലും ഇല്ലാതെ, അല്ലെങ്കിൽ അത്രയും എന്താ പറയുന്നത്, ഒരു ടൈം പോലും കൊടുക്കാതെ വിളിച്ച് പറയുന്നൊരു കാര്യമാണ്. ഇത് ആലോചനയാണ് അവർക്ക് എന്ത് പറയണം എന്നുള്ള രീതിക്ക്. അതിലപ്പുറത്തേക്ക് അവർ തന്നെ പറഞ്ഞ കുറച്ചധികം കാര്യങ്ങൾ, മകൾക്ക് ജോലി ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരിതാണ്, അതായത് മടിയാണ് മകൾക്ക്. പിന്നെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ഒരു പാടുണ്ട് മകൾക്ക്. മൂത്ത മകൾക്ക് അങ്ങനെയല്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു മാനസിക വിഭ്രാന്തി എന്ന രീതിയിലേക്കൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വളർത്ത ദോഷത്തിൻ്റെ കുഴപ്പമായിരിക്കാം. ചിലവരങ്ങനെയാണ്, ചില മക്കളെ വളർത്തി പുന്നരിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് മക്കളെ രണ്ട് രീതിക്ക് കണ്ടുകൊണ്ടോ മക്കളെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ചില മാതാപിതാക്കളുമുണ്ട്. ഇതിലെന്തോ ഈ സന്ധ്യ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത് 100% ഉറപ്പായിട്ടൊരു കാര്യമാണ്. ന്യായീകരണമൊന്നുമല്ല, പക്ഷെ അമ്മയാണ് തുടക്കക്കാരി എന്നുള്ളത് ഇതിൽ നിന്ന് 100% മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഭർത്താവിൻ്റെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അയാൾ സംസാരിക്കുന്നത് കാണുന്ന സമയത്ത് ഒരുപാട് കണ്ണീരോടെ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ അയാളുടെ അനുജൻ സംസാരിക്കുന്നത് ഞാൻ 2-3 വീഡിയോസ് കണ്ടു. അതിൽ ചിലതിൽ ആദ്യം ഒന്നും മിണ്ടാതിരിക്കുന്നു, ഒരു തരത്തിലുള്ള പ്രതികരണം ഇല്ലാത്ത രീതിക്ക് ഇരിക്കുന്നു. രാത്രിയിലേക്ക് വരുന്ന സമയത്ത് കാണുന്ന സമയത്തിന് അതെല്ലാം പൊട്ടിക്കരയുന്നത് പോലെ, സംതിങ് ഫിഷി എന്ന് തന്നെ പറയാം. അതിലപ്പുറത്തേക്ക് ചിലപ്പോൾ വേദന ഉണ്ടാവും, ചിലപ്പം ഈ പറയുന്ന കമൻസും ബാക്കി കാര്യങ്ങളും എല്ലാം കണ്ടിട്ടോ കേട്ടിട്ടോ ഇനി ആ സമയത്തേക്ക് വന്നതാണോ അതെന്തോ ഓട്ടെ. പക്ഷേ അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ, ഭർത്താവ് സന്ധ്യയുടെ ഭർത്താവ് പറയുന്നത് അവൾക്ക് മാനസികമായിട്ട് യാതൊരു പ്രശ്നമില്ല, പക്ഷേ അവൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതയുണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് അയാൾ പറഞ്ഞ കാര്യങ്ങൾ, കുഞ്ഞിനെ 2 കുഞ്ഞുങ്ങളെ തല ചേർത്ത് വെച്ച് അടിക്കുമായിരുന്നു. 2 വയസ്സ് മാത്രമുള്ള സമയത്ത് കല്യാണി കുട്ടി എന്ന് പറയുന്ന കുഞ്ഞിനെ നെഞ്ചത്ത് അടിച്ച പാട്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവളുടെ ചെവിയുടെ പിറകുവശം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് പാടുകൾ. പിന്നെ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ, വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയ കാര്യങ്ങൾ. ഇത്രയും പോരെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അച്ഛന് അമ്മയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്? എന്തുകൊണ്ട് അയാൾ ചെയ്തില്ലത്? ഇനി എത്ര മക്കളെടുത്ത് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അച്ഛനും അമ്മയ്ക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് കൊച്ചുങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ സ്നേഹത്തിൻ്റെ ആവശ്യമൊന്നും അവിടെ എടുത്ത് വെക്കേണ്ട കാര്യമില്ല. അച്ഛന് മക്കളെ സ്നേഹിക്കാനുള്ള ആ സ്നേഹം സത്യമാണെങ്കിൽ, ഇത്രയും ക്രൂരത ചെയ്യുന്ന ഒരമ്മയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മാറ്റി നിർത്തപ്പെടേണ്ടത് തന്നെയാണ്. ആ മാറ്റി നിർത്താതെ തിരിച്ച് കൊണ്ടുവന്നത് സ്നേഹക്കൂടുതലെന്നോ മറ്റെന്തെങ്കിലോ ഉണ്ടെന്ന് പറഞ്ഞ് ന്യായീകരിക്കേണ്ട കാര്യമില്ല. കാരണം ആ ന്യായീകരണത്തിൻ്റെ ഫലമാണ് ഇന്ന് ആ കുഞ്ഞിന് പോകേണ്ടി വന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെയ്യാത്ത അവസ്ഥ അയാളുടെ തെറ്റ് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അയാൾ പറഞ്ഞ കാര്യങ്ങൾ, അവൾ രാവിലെ 6 മണിയാകുമ്പം, അതായത് കുട്ടിയുടെ അമ്മ 6 മണിയാകുമ്പോൾ അവൾ എല്ലാ ദിവസവും എഴുന്നേൽക്കും. അത് കൃത്യതയാണ് അവൾക്ക്. അതിനുശേഷം അവൾ കൃത്യമായി എനിക്ക് ചായ തരും, ബാക്കി തുണികളെല്ലാം കഴുകിയിടും. അതിലൊന്നും അവൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു കുഴപ്പമില്ല, അത് ഭർത്താവ് തന്നെ സമ്മതിക്കുവാണ്. ഇനി പറഞ്ഞ കാര്യം, പക്ഷെ അവൾ ടിഫിൻ ഉണ്ടാക്കില്ല. അവൾക്ക് മൂത്ത കുട്ടിയോട് അത്ര പ്രശ്നമില്ല, പെൺകുഞ്ഞിനോടാണ് അവളുടെ പ്രശ്നങ്ങൾ മൊത്തം എന്നും അയാൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നിപ്പോയ ചില കാര്യങ്ങൾ, അതായത് അയൽപ്പക്കക്കാർ അങ്ങനെ എന്തോ ആൾക്കാരാണെന്ന് സംസാരിക്കുന്നത് വെച്ച് പറഞ്ഞ് കേട്ട കുറച്ചധികം കാര്യങ്ങൾ, അവിടെ ഈ ഒരു പെൺകുട്ടി ആരടുത്തും സംസാരിക്കാതെ ആരടുത്തും ഇടപഴകാത്ത മറ്റൊരു ക്യാരക്ടർ തന്നെയാണ് എത്രയോ കാലങ്ങളായിട്ട്, അങ്ങനെ തന്നെയാണ്. ഇനി അതിലപ്പുറത്തേക്ക് ഇവളുടെ അമ്മ പറഞ്ഞ, അതായത് സന്ധ്യ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ, അവരെപ്പോഴും ഈ ഇറച്ചി പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കഴിക്കുന്നതാണ്. ഇവളത്തരത്തിൽ അങ്ങനെയുള്ള ഫുഡ് ഒന്നും പറ്റില്ല അവൾക്ക്, ഇവൾക്ക് പച്ചക്കറി പോലുള്ള കാര്യങ്ങൾ. സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടാക്കി. നമുക്കിതൊക്കെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അനുഭവിക്കുന്ന സമയത്ത് അത് ഭയങ്കര കാര്യങ്ങളാണ്. അത് 2 സൈഡിലും ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കച്ചറ പരിപാടികൾ അവിടെ നടന്നിട്ടുണ്ടായിരിക്കും. അല്ലാതെ ഇതൊന്നും ഈ രീതിയിലേക്ക് പോവില്ലല്ലോ സ്വാഭാവികമായിട്ടും. അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒറ്റപ്പെടലോ ബാക്കി കാര്യങ്ങളോ, ദേഷ്യം എന്ന് പറയുന്നൊരു കാര്യം, പക എന്ന് പറഞ്ഞാൽ മാനസിക വിഭ്രാന്തി ഒന്നും വേണ്ട, അല്ലാതെ തന്നെ വരും. ഭർത്താവിനോടുണ്ടാവുന്ന ഭയങ്കരമായിട്ടുള്ള ദേഷ്യമോ വൈരാഗ്യമോ പെട്ടെന്ന് ഒരു ഭാര്യയ്ക്ക് ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ഈ പകുതിയിലധികം പ്രശ്നമുള്ളവർക്ക് വരുന്നതെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളോടാണ് തോന്നുന്നതെന്ന് പറയുന്നത്.
അപ്പം ഭർത്താവിനോട് തീർക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളോട് തീർക്കുന്ന ഒരു രീതി. അതിലപ്പുറത്തേക്ക് ഇവരൊക്കെ തന്നെ പറഞ്ഞു വയ്ക്കുന്ന, മൊത്തത്തിൽ എല്ലാവരും പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ ആ മൂത്ത കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ആ കുട്ടിക്ക് അമ്മയെ ഒട്ടും താല്പര്യമില്ല, അമ്മയെ ഒട്ടും ഇഷ്ടമല്ല, എന്നാൽ അച്ഛനോട്, അച്ഛൻ്റെ വീട്ടുകാരോട് നല്ല സ്നേഹമാണ്. ഇത് ഈ സ്ത്രീയുടെ, അതായത് സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ അമ്മയുടെ വായിൽ നിന്ന് കേട്ടൊരു കാര്യം കൂടിയാണ്. മൂത്ത കുട്ടി അവരുടെ കൂടെയാണ്. സ്വാഭാവികമായിട്ട് ഇളയ കുട്ടിക്ക് ആ പ്രായം എത്തിയിട്ടില്ല, 3 വയസ്സ് മാത്രമേ ഉള്ളൂ. അവളും മേ ബി അവരുടെ പക്ഷത്തേക്ക് പോകുമോ, എനിക്ക് ആരും ഇല്ലാതാവുമോ, ഞാൻ ഒറ്റപ്പെടുമോ എന്നൊരു സംഭവം ഇതിനിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും. ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ അവർക്ക് സപ്പോർട്ട് ചെയ്യണ്ട, നീ അങ്ങ് മരിച്ചേക്ക്. ഇതായിരിക്കും അവർ ചിന്തിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇത് പകയാണ്, അങ്ങേറ്റത്തെ പക എന്ന് പറയുന്നത്, അംഗീകരിക്കാൻ പറ്റാത്ത പക എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഇവരിൽ ഉൾക്കൊള്ളുന്ന കുറേയധികം നിഗൂഢതകൾ. അത് പറഞ്ഞ സത്യം തന്നെയാണ്. ഭർത്താവ് അറിയാതെ സ്വന്തം വീട്ടിൽ നിന്ന് 1,00,000 രൂപ വാങ്ങുന്നു, അതിനുശേഷം 50,000 രൂപ വീണ്ടും വന്ന് സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കി വാങ്ങിക്കുന്നു. അതിനുശേഷം അമ്മ തന്നെ പറയുവാണ് 2 ഫോൺ വാങ്ങിച്ചിരുന്നു എന്നൊക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ച് ഇത്രയും നിഗൂഢതകൾ നിറഞ്ഞൊരു സ്ത്രീ, പക്ഷെ ഇതിനെക്കുറിച്ച് ആർക്കും ഒരു ക്ലാരിറ്റി ഇല്ല, ഒന്നും പറയുന്നില്ല. സ്വന്തം ഭർത്താവിന് ഭാര്യ എന്തെന്ന് ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ ഇതിനിടയിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. സന്ധ്യയുടെ ഭർത്താവിന് സന്ധ്യയുടെ ചേച്ചിയെയും അമ്മയെയും ഇഷ്ടമല്ല, അത് കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട്. എന്നാൽ സന്ധ്യയുടെ അച്ഛനും ജ്യേഷ്ഠനും അവിടെ വരുന്നതിൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തൊക്കെയോ നമ്മൾ വെളിയിൽ അറിയാത്തതിലപ്പുറത്തേക്ക് ആ വീട്ടിൽ നടന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെയോ ശത്രുത ഈ കൂട്ടർക്കിടയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ അനന്തര ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഈ സന്ധ്യ എന്ന് പറയുന്ന ഈ സ്ത്രീ തന്നെയായിരിക്കും ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട്. കാരണം രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം സന്ധ്യയുടെ വീട്ടിലേക്ക് സുഭാഷ് വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നൊരു പരാമർശം കൂടി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള നിഗൂഢത ആ വീട്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിലപ്പുറത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സന്ധ്യയുടെ അമ്മായിയുടെ ഒരു സംസാരത്തിൽ നിന്ന് ഒരിക്കലും ഒരു കുഞ്ഞ് മരിച്ച അമ്മമ്മ പറയുന്ന രീതിയിലോ പെരുമാറുന്ന രീതിയിലോ അല്ല അവർ സംസാരിച്ചതും പറഞ്ഞതും. സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ വീട്ടുകാർക്ക് അതുകൊണ്ടായിരിക്കും കുട്ടികളെയോ അവളെയോ ഇങ്ങോട്ടേക്ക് വിടാൻ തോന്നാതിരുന്നതിനുള്ള പ്രധാന കാരണം. കാരണം ഒരു തരത്തിലുള്ള സ്നേഹബന്ധത്തിന് വില കൊടുക്കുകയോ മൂല്യങ്ങളോ മനസ്സിലാക്കിപ്പിക്കാതെ വളർത്തിയ ഒരമ്മയാണ് അവൾക്കുള്ളതെന്ന് അവർക്ക് തോന്നിയതുകൊണ്ടായിരിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പല വീടുകളിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലൊരു കാര്യങ്ങൾ. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇനി അവൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നിരിക്കെ പോലും ഒരു കുഞ്ഞിനെ ഇത്രയും ക്രൂരമായിട്ട് പൈസ മേടിച്ച് 1,00,000 രൂപ 50,000 രൂപ മേടിച്ച് തീർക്കാൻ അറിയുന്നവൾക്ക്, അതല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് 2 ഫോൺ അടക്കം മേടിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നവൾക്ക്, ഈ കുഞ്ഞിനെ കൊന്നിട്ട് ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെ രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങിയവൾക്ക് ഇനി എത്ര കൂടിയ മാനസിക വിഭ്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കുറ്റത്തിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അതിലപ്പുറത്തേക്ക് അവളൊരു അമ്മ എന്ന് പറയുന്ന പേരിന് അർഹയാണോ എന്ന് പോലും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇനി എന്ത് തരത്തിലുള്ള മാനസിക വ്യതകൾ നമ്മുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നോ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നോ സ്വന്തം വീട്ടുകാരിൽ നിന്നോ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ പ്രസവിച്ച കുഞ്ഞുങ്ങളോട് നമുക്കുണ്ടാവുന്ന സ്നേഹത്തിലപ്പുറത്തേക്ക് മറ്റൊരാൾക്കുണ്ടാവില്ല. ഒരമ്മയുടെ യഥാർത്ഥ അർത്ഥം അവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഇനി എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും കുഞ്ഞുങ്ങളുടെ മുഖം കാണുന്ന സമയത്ത് ആ പ്രശ്നങ്ങളെക്കാൾ വലുതാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ അതിജീവനം എന്ന ചിന്ത മാത്രമേ ഒരു യഥാർത്ഥ അമ്മയ്ക്ക് വരുള്ളൂ. അവിടെ തുടങ്ങും അവളുടെ അതിജീവനം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ അമ്മ എന്ന് പറയുന്നത്. അതല്ലാതെ തനിക്ക് ഇവരെല്ലാം പ്രശ്നക്കാരാണ്, അതുകൊണ്ട് എനിക്ക് നിന്നോട് പക തോന്നുന്നു, അതുകൊണ്ട് കുഞ്ഞെ നിന്നെ ഞാൻ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും സ്വാർത്ഥത മാത്രമാണ്. അങ്ങനെയുള്ളവരെ അമ്മ എന്ന് പറയുന്ന പദവിക്ക് അർഹ പോലുമല്ല, ആ ഒരു സ്ഥാനത്തിന് ഒരിക്കലും അർഹയല്ല. സ്വാഭാവികമായിട്ടും കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ക്രൂരമായിട്ടുള്ള, അങ്ങനെ പറയാനുള്ളത്, ഇവിടുത്തെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇവിടെ കുറേയധികം കാര്യങ്ങൾ വരും. മാനസിക വിഭ്രാന്തി എന്നോ അല്ലെങ്കിൽ കുറേയധികം ഇതിൻ്റെ പരിഗണനകളിലേക്ക് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ ഈ വാർത്താ ചാനലുകളിലൂടെ തന്നെ പറയപ്പെടുന്ന രീതികളനുസരിച്ച് അങ്ങനെ തന്നെ പോകുന്നൊരു രീതിയിലേക്കാണ് ഇതിൻ്റെ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ ഈ ലോകത്തിൽ വെച്ചിട്ട് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ക്രൂരമായിട്ടുള്ള ശിക്ഷ എന്താണോ അത് തന്നെ അനുഭവിച്ചിട്ട് തന്നെയായിരിക്കും അവൾ പോകുന്നതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിൽ അതല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിന് നല്ല രീതിക്ക് പോലീസിൻ്റെ അന്വേഷണം വേണ്ട ഒരു കാര്യമാണ്. കാരണം
ആ ഒരു സ്ത്രീ ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ മാനസികമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും പുറത്തു വരേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ അമ്മയ്ക്കും അച്ഛനും പൂർണ്ണ ഉത്തരവാദിത്വമാണ്. തൻ്റെ കുഞ്ഞിനെ തൻ്റെ ഭാര്യ കൊല്ലുമെന്ന് ഉറപ്പുണ്ടാവുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവളെ മാറ്റി നിർത്തേണ്ടത് ആ ഭർത്താവിൻ്റെ കടമ തന്നെയാണ്. അപ്പം അത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് അച്ഛനും പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്.